നമസ്കാരം. ഇക്കാലത്തെ എൻ്റെ പരീക്ഷണങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. പിശാച് ആദ്യം എന്നോട് പറഞ്ഞു, കല്ല് അപ്പമാക്കുക. എനിക്ക് അത്ര വലിയ വിശപ്പൊന്നുമില്ലായിരുന്നിട്ടും ഞാൻ ആ പ്രലോഭനത്തിന് വശംവദനായി. എൻ്റെ തൊടിയിലെ മണ്ണ് വിറ്റ് അപ്പം വാങ്ങി തിന്നു തുടങ്ങി. മലകളെ നീക്കം ചെയ്യാൻ കടുകുമണിയോളം വിശ്വാസം പോലും എനിക്ക് വേണ്ടി വന്നില്ല. ഒരു JCBയും കുറേ ടിപ്പറുകളും മാത്രം മതിയായിരുന്നു. ദൈവത്തിന് പകരം അപ്പം എന്ന ആദാം എടുത്ത തീരുമാനം ഞാനും പിന്തുടർന്നു. ഒന്നാമത്തെ ആദാമിൻ്റെ ഈ ശരികെട്ട തീരുമാനത്തെ രണ്ടാം ആദാം തിരുത്തിയെങ്കിലും അപ്പം കൊണ്ട് മാത്രമല്ല എന്നാണ് തിരുവെഴുത്തും തിരുത്തും. ജീവിതത്തിൻ്റെ ഭൗതിക മാനം മാത്രമല്ല, ആധ്യാത്മികമായ ഒരു തലവുമുണ്ട് എന്നത് സൗകര്യപൂർവ്വം മറന്നു. മലകൾ നീങ്ങിയപ്പോൾ മഴയില്ലാതായി. മഴയില്ലാതെ പുഴകൾ വറ്റി. ഞങ്ങൾ മണലൂറ്റി മരുഭൂമികൾ ഉണ്ടാക്കിയെടുത്തു. പിശാചിന് ആവാസ കേന്ദ്രങ്ങൾ അങ്ങനെ നിർമ്മിച്ചു കൊടുത്തു. പ്രിയ സുഹൃത്തെ, മരുഭൂമിയെ കീഴ്പ്പെടുത്തി തോട്ടമുണ്ടാക്കാനാണ് എൻ്റെയും നിൻ്റെയും വിളിയും തിരഞ്ഞെടുപ്പും. പിശാച് രണ്ടാമത് പറഞ്ഞു, എടുത്തു ചാടുക. ശരിക്കും എനിക്ക് ഇപ്പോഴും എടുത്തുചാട്ടം കൂടുതലാണ്. ഞാൻ എത്ര പെട്ടെന്നാണ് കോപിക്കുന്നത്, മോഹിക്കുന്നത്, നിരാശപ്പെടുന്നത്. ചില്ലറകൾക്കും ചില്ലറ സുഖങ്ങൾക്കും വേണ്ടി ഞാൻ ഈ കാലത്ത് യൂദായ്ക്ക് പകരക്കാരനാകുന്നു. ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് തന്നെയാണ് ഞാൻ ചാടുന്നത്. എൻ്റെ അഹന്തയുടെ ഗോപുരമുകളിൽ നിന്ന് തന്നെ. എൻ്റെ ദൈവമേ, ഒരു കുന്നോളം ക്ഷമയുണ്ടായിരുന്നെങ്കിൽ. പിശാച് മൂന്നാം വട്ടം പറഞ്ഞു, എന്നെ കുമ്പിടുക. അങ്ങനെ സ്ഥലം മാറി കുമ്പിടുന്നതിൽ എനിക്ക് വലുതായ ജാള്യതയൊന്നും അനുഭവപ്പെട്ടിട്ടില്ല ഇതുവരെ. എത്ര തവണ പ്രാർത്ഥനയ്ക്ക് പകരം എൻ്റെ ആലസ്യങ്ങൾക്കും ഉദാസീനതകൾക്ക് മുമ്പിൽ ഞാൻ കുമ്പിട്ട് കിടന്നിട്ടുണ്ട്. എന്തിന്? മൊബൈലിനും ലാപ്ടോപ്പിനും മുമ്പിൽ നിന്ന് എൻ്റെ കണ്ണും കാതും പറിച്ചെടുക്കാൻ പിശാചിനെന്നല്ല ദൈവത്തിന് പോലും കഴിയുമെന്ന് തോന്നുന്നില്ല ഇപ്പോൾ. ചുരുങ്ങിയ ഈ ജീവിതകാലം, ക്ഷണികമായ ഈ ജീവിതകാലം, ഹൃദയങ്ങളിൽ തള്ളിക്കയറുന്ന ഓളങ്ങൾ കഠിനമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലം, നല്ല വിചാരങ്ങൾ നീങ്ങിപ്പോവുകയും ദുഷ്ചിന്തകൾ വാഴുകയും ചെയ്യുമ്പോൾ നമുക്ക് കരുണ യാചിക്കണം. നമസ്കാരം.